സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചും. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. എത്ര നല്ല സ്നേഹത്തെ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. എത്ര നല്ല സ്നേഹത്തെ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. നാട്ടൊരുവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. ഞാൻ നാട്ടൊരുവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ല എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ല എത്ര നല്ല സ്നേഹത്തെ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. എത്ര നല്ല സ്നേഹത്തെ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും. ഒരു യോഗ്യതയില്ലാത്ത നമ്മെ, ഒരു അർഹതയില്ലാത്ത നമ്മെ പുറപ്പുറമ്പെ കിടന്ന നമ്മെ, ആമേ സ്വതം നാമെ കുഴഞ്ഞ ചേറ്റിക്കിടന്ന നമ്മെ, പിതൃ പാരമ്പര്യമില്ലാത്ത ഒന്നുമില്ലാത്ത എല്ലാവരും മറന്നപ്പോൾ, എല്ലാവരും തള്ളിയപ്പോൾ, ആശ്രയം അറ്റുപോയപ്പോൾ, എല്ലാവരും വെറുക്കപ്പെട്ടവരും തള്ളപ്പെട്ടവരും, ആമേ നീ ആമേ ഒരു അധികപ്പറ്റായി, ആമേ സ്വതന്ത്രം ചപ്പ ചവറ നിന്നെ കാണുന്നത് തന്നെ, നിന്റെ പേര് പറയുന്നത് തന്നെ ഒരു ഭാരമായിരുന്നപ്പോ നിന്നെ തേടി വന്നല്ലേ. ഹൃദയം ഒന്ന് ഇറക്കി ആ കർത്താവിന്റെ സന്നിധി നിന്റെ ഭാരം ഒന്ന് ഇറക്കി. പണ്ടത്തെ അവസ്ഥ നീ എനക്കൊന്ന് ഓർക്കണം. നീ ആരായിരുന്നു?
നിന്റെ ജീവിതം എവിടെയായിരുന്നു? ഒരു അർഹതയില്ല, ഒരു യോഗ്യതയില്ല, ഒരു മാന്യതയില്ല. ആമേ സ്തോത്രം. ഒന്നിനും കൊള്ളാത്തവൻ, നാറ്റം വെച്ച് പുറംപറമ്പെടുക്കൽ, നിന്ദിക്കപ്പെട്ട, അവമാനിക്കപ്പെട്ട, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ പല പേരുകളാൽ നമ്മൾ അറിയപ്പെട്ട അഡ്രസ് തന്ന ആ യോഗ്യത നിനക്ക് ഒരു ചെറ്റക്കുടിൽ ചെന്നാലും ഒരു കൊട്ടാരത്തിൽ തന്നെ അവിടെ നിനക്കൊരു സീറ്റ് ഒരുക്കി തന്ന ആ ദൈവത്തെ ഓർക്കാം. അപ്പൊ ആ ദൈവസന്നെ ഒന്ന് നിന്റെ ഹൃദയത്തെ മനസ്സിനെ ഒന്ന് ഏകാഗ്രതയോടെ ഏൽപ്പിച്ചു അല്പസമയം ഒന്ന് മൗനമായി ഒന്ന് ചിന്തിച്ചു. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം 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 സ്തോത്രനാഥ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രനാഥ. രക്തം ചെയ്യ ഹല്ലേലൂയ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലെന്ന് ഈ ധരയിൽ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. വേറൊന്നിലാലും ഞാൻ തൃപ്തനാകില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കാൻ ജീവനദിയേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കാൻ ജീവനദിയേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലെന്നും ഈ ധരയിൽ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കാൻ ജീവനദിയേ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. ചന്ദവാടാ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ
സ്നേഹവിരുന്നിൽ നമുക്കും ഈ 4-ാം ദിവസം പങ്കെടുപ്പാൻ ആമേ ദൈവം ഒരുക്കി തന്ന അവസരത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു. ഇതൊരു സ്നേഹവിരുന്നിവിടെ നടക്കുക. ഈ ഉപവാസ പ്രാർത്ഥന 4-ാം ദിവസം ഹല്ലേലൂയ, ഈ 21 ദിവസം ഹല്ലേലൂയ, ഒരു സ്നേഹവിരുന്നിന്റെ സത്യം ഇവിടെ ഉണ്ട്. ആമേ അതിൽ വന്ന് തിന്നുകയും കുടിക്കുകയും അവിടെ വന്ന് ആശ്വസിക്കുകയും ദൈവവചനം കേട്ട് ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തെങ്കിൽ നിന്റെ ജീവിതത്തെ പരിശുദ്ധൻ മാറ്റിമറിക്കാൻ പോവുക, നിന്റെ സ്ഥിതികളെ മാറ്റിമറിക്കാൻ പോവുക, നിന്റെ സങ്കടത്തിന് മറുപടി തരാൻ പോവുക, നിന്റെ നിന്ദയ്ക്ക് മറുപടി തരാൻ പോവുക, നിന്റെ വേദനയ്ക്ക് മറുപടി തരാൻ പോവുക, നിന്റെ കണ്ണിലേക്ക് ദൈവം തുടയ്ക്കാൻ പോവുക. നല്ല ജഡ്ജിയാ നിനക്ക് വേണ്ടി വാദിക്കുന്ന ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. നിനക്ക് വിധി പറയാ ഒരു ജഡ്ജി ഇല്ലെങ്കിൽ നിനക്ക് വേണ്ടി ന്യായം വാദിക്കുന്ന, നിനക്ക് ന്യായം പുറപ്പെടുവിപ്പിക്കുന്ന ഒരു നല്ല ജഡ്ജിയാ ഇവിടെ എന്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി അടയപ്പെട്ട വാതിൽ തുറക്കുന്ന, അടയപ്പെട്ട വാതിൽ തുറക്കുവാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിനക്ക് വേണ്ടി വഴി ഒരുക്കുവാൻ, നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ, നല്ലൊരു സ്നേഹവിരുന്നിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെ പരിവർത്തിക്കുക. മുന്നോട്ട് വിടുതൽ വാദിക്കുന്ന ഏത് നന്മ വന്നാൽ തട്ടി തുറപ്പിക്കുന്ന ആ പൈശാചികത്തിന്റെ ഇരുളിന്റെ ശക്തി ഇപ്പോൾ അഴിയട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ യേശുവിന്റെ നാമത്തെ ദുഃഖവ്യാപാരത്തെ പിതാവിന്റെ പുത്ര പരിശുദ്ധ നാമത്തെ ബലവാനും ബലഹീന തമ്മിൽ കാര്യമുണ്ടായ ഞങ്ങളുടെ സഹായിപ്പാന്റെ കർത്താവല്ലാതെ ആരുമില്ല. അപ്പൊ ബലവാനും ബലഹീന തമ്മിൽ കാര്യമുണ്ടായ ഞങ്ങളെ സഹായിപ്പാൻ, ഞങ്ങളെ വിടിയിപ്പാൻ എന്റെ ദൈവമല്ല ഞാൻ കാര്യമില്ലപ്പാ. ഞങ്ങളെ സഹായിപ്പാൻ എന്റെ ദൈവമല്ല ആരുമില്ല. വിടുതലിന്റെ സൃഷ്ടിക്കാതിന്റെ ഭക്തന് ഈ സമയത്ത് ഹല്ലേലൂയ വീണ്ടും വീണ്ടും ഓരോ ദിവസം അധികാരത്തോടെ ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങൾ ഓർത്ത് എത്ര സ്തുതിച്ചാൽ നമുക്ക് മതി. ഹല്ലേലൂയ ഹല്ലേലൂയ. കൂട്ടത്തൊരു വാക്യം വായിക്കാം. നമുക്കൊക്കെ പണ്ടേ അറിയാവുന്ന ഒരു വാക്യമാണ്. ഇവിടെ പറയുന്നു, യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിക്കും. മുമ്പേ ഉള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ. മുമ്പേ ഉള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യും. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ തന്ന വചനം കർത്താവിന്റെ കരത്തിലേൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ അങ്ങയുടെ മഹത്വത്തിനായ സമയം ശുശ്രൂഷയ്ക്കായി ഞാൻ വേർതിരിക്കുന്നു. അങ്ങ് സംസാരിക്കണമേ കർത്താവേ. അങ്ങയുടെ മഹത്വത്തിന് അങ്ങേ ഉയർത്തുവാൻ, അങ്ങേ സാക്ഷീകരിക്കുവാൻ, അങ്ങയുടെ വിടുതലിന്റെ കര ഇവിടെ നീട്ടുവാൻ പ്രാർത്ഥി. മാനുഷ്യമായ ബുദ്ധിയിലോ കണ്ണും കേട്ടും വിളിച്ചും അനുഭവിച്ചതും പ്രാക്ടിക്കൽ അല്ല, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് അങ്ങേ മഹത്വപ്പെടുത്ത അടിയങ്ങളെ ഉപയോഗിക്കുവാൻ, അങ്ങയുടെ മഹത്വം വെളിപ്പെട്ട് വരുവാൻ, ഞങ്ങളെ ശക്തമായ അധികാരത്തോട് ഉപയോഗിക്കുവാൻ വേണ്ടി നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ഇവിടെ പറയും, നിങ്ങൾ മുമ്പേ ഉള്ള ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കാൻ വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് എപ്പോഴും പുതിയനോടാകുക. ഹല്ലേലൂയ.
ആമേൻ. ആമേൻ. അതാ കർത്താവ് ഈ പുതുവർഷത്തിൽ സ്തോത്രം. തുടക്കം കുറിക്കുന്ന സ്തോത്രം. സമയത്ത് കർത്താവ് ഞാൻ നിനക്ക് വേണ്ടി ഞാൻ പുതിയൊന്ന് ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പുതിയൊരു പ്രവൃത്തിയിലേക്ക്, പുതിയൊരു പന്താവത്തിലേക്ക്, പുതിയൊരു മേഖലയിലേക്ക്, പുതിയൊരു വഴിത്തിരിവിലേക്ക്, നീ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ട് ചില മേഖലയിലേക്ക് നിന്നെ പരിശുദ്ധാത്മ കടത്തി വിടുവാൻ, ചിലത് പ്രാപിക്കുവാൻ, ചിലത് കണ്ടെടുക്കുവാൻ, ചെയ്തെടുക്കുവാൻ, ചിലത് പൂർത്തീകരിക്കുവാൻ നിന്നെ പുതിയൊരു മേഖലയിലേക്ക് പരിശുദ്ധാത്മ നിന്നെ കയറ്റി. ഹല്ലേലൂയ. 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 നീ ചിന്തിക്കുന്നതിനപ്പുറമായി, നീ നനയ്ക്കുന്ന അപ്പുറമായി, നീ വിചാരിക്കുന്നതിനപ്പുറമായി ദൈവം പറയും തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ടു കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാതെ വണ്ണം ദൈവം ചില പ്രവൃത്തികള് ആമേ വചനപ്രകാരം ദൈവം അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആര് എതിർത്താലും ആമേ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ അപ്പുറത്തേക്ക് നിന്നെ കടത്തിവിടുന്ന ഒരു അനുഭവം പരിശുദ്ധാത്മാവ് പറയാ. സംഘത്തിലക്കാരൻ പറയുന്ന പോലെ നീ എന്റെ ദൈവത്തെ കത്തിക്കാൻ അന്ധകാരത്തെ പ്രകാശമൊക്കെ നിന്നാ ഞാൻ പടക്കൂട്ടത്തിലെ പായിച്ചില്ല. ഹല്ലേലൂയ. ആര് എതിർത്താലും ദൈവം നിന്നെ അതിനുമേൽ കടത്തിവിടും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതിനുമേൽ നിന്നെ കടത്തിവിടും, അതിനുമേൽ നിന്നെ ഉയർത്തും, അതിനുമേൽ നിന്നെ ചാടിക്കടക്കുവാൻ, അതിനുമേൽ ഉയർത്താൻ തക്കവണ്ണം, അതിനുമേൽ നിന്നെ മാനിക്കത്തക്കവണ്ണം നിന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഹല്ലേലൂയ. വെല്ലുവിളികൾ ഒരു സ്ഥലത്ത് കിടക്കട്ടെ, എതിരുകൾ ഒരു സ്ഥലത്ത് കിടക്കട്ടെ, മുന്നോട്ട് വിടിയില്ലെന്ന് വാദപ്രതിവാദം ഒരു വർഷത്ത് കിടത്തട്ടെ, നീ ചിന്തിക്കുന്ന ഒരു കൂട്ടം നിനക്കെതിരായി ആമേ സ്തോത്രം ആമേ വിഷയങ്ങൾ അപവാദങ്ങൾ ദൂഷിച്ചുകൊണ്ടിരിക്കട്ടെ. ആമേ നിന്റെ നിനക്ക് വേണ്ടി ചില വ്യക്തികൾ നിന്റെ നിരീക്ഷണങ്ങളും നിന്റെ പോക്കുവരവുകളും നിന്റെ ചിന്തകളും നിന്റെ ആലോചനകളും നിന്റെ ബന്ധങ്ങളും നിന്റെ സാഹചര്യങ്ങളും മനസ്സിലാക്കി നിനക്ക് വിരോധമായി ചിലത് അവിടെ പ്രവർത്തിച്ചോണ്ടിരിക്കട്ടെ. പക്ഷെ വലിയവനാ ദൈവം ആമേ അവർക്ക് മീതെ, അവരുടെ ചിന്തയ്ക്ക് മീതെ, അവരുടെ ബന്ധനത്തിന് മീതെ, അവരുടെ പോരാട്ടത്തിന് മീതെ, അവരുടെ വെല്ലുവിളിക്ക് മീതെ, അവരുണ്ടാക്കുന്ന ചില പദ്ധതികൾക്ക് മീതെ കർത്താവ് നിന്നെ ഉയർത്താം. നിനക്കൊന്ന് ചെയ്യാം. ഹല്ലേലൂയ. പുതിയതായി. അതുകൊണ്ട് കർത്താവ് പറയുന്നു നിനക്ക് ഞാൻ ഒരു പുതിയൊരു പ്രവൃത്തി നിന്റെ കയ്യിൽ. ഹല്ലേലൂയ. ആമേ സ്തോത്രം. കർത്താവ് ചില കീറി മുറിക്കാൻ പോയാ, ചിലത് വെട്ടിമുറിക്കാൻ പോയാ, ചിലത് മാറ്റാൻ പോയാ, ചിലത് ഉരുട്ടി മാറ്റാൻ പോയാ, ചിലത് നീക്കാൻ പോയാ, ചിലത് അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ പോയാ, ചിലതിനെ അവിടെ നിന്ന് നശിപ്പിക്കാൻ പോയാ നിനക്ക് വേണ്ടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുതിയത് ചെയ്യുന്നതിന് തടസ്സമായി ഏതുണ്ടോ അതിനെ എല്ലാം ദൈവം അവിടെ നിന്ന് മാറ്റാൻ പോവുക. പുതിയതിന് തടസ്സമായി പുതിയ പ്രവൃത്തിക്ക്, പുതിയ തീരുമാനത്തിന്, പുതിയതിന്റെ ആരംഭത്തിന്, പുതിയതിന്റെ തുടക്കം കുറിക്കുന്നതിന് അതിന് വഴി തടസ്സമായി, അതിനെതിരായി, അതിന് ആമേ സ്തോത്രം ആമേ വെല്ലുവിളിയായി, അതിന് ഭീഷണിയായി, അതിന് ഹല്ലേലൂയ സ്തോത്രം ആമേ ഏതെല്ലാം സാഹചര്യങ്ങളെ കൊണ്ട് അതിന് തടസ്സം നിൽക്കുന്നെങ്കിൽ ദൈവം പറഞ്ഞ അതിനെ മാറ്റാൻ പോവുക. നിനക്ക് വേണ്ടി ഒരു പുതിയ വണ്ടി തുറക്കാൻ പോവുക, ഒരു പുതിയ വാതിൽ തുറക്കാൻ പോവുക. അതിന് വിരോധമായി, അതിന് വിരോധമായി ആമേ കുട്ടികളെ, അതിന് വിരോധമായി സംഘർഷങ്ങള്, അതിന് വിരോധമായി ആരെല്ലാം എന്തെല്ലാം ഏതെല്ലാം രീതിയിൽ എങ്ങനെ ഏതെല്ലാം രീതിയിൽ അവര് ഉണ്ടാക്കുന്ന പദ്ധതികളെ ആമേ പരിശുദ്ധന്മാരെ ഒട്ടിച്ചു കളയാൻ പോവുക, അതിനെ പൊട്ടിക്കാൻ പോവുക, അതിനെ ഇല്ലായ്മ ചെയ്യാൻ പോവുക, അതിനെ നശിപ്പിക്കാൻ പോവുക, അതിനെ മാറ്റാൻ പോവുക, അതിനെ അവിടുന്ന് ഊതിപ്പറത്തി നിനക്ക് വേണ്ടി ചില പുതിയ ചെയ്യാൻ പോവുക. നിനക്ക് പ്രതീക്ഷയില്ല, പ്രതീക്ഷ നീ നഷ്ടപ്പെട്ടു, കൂടെ ഉള്ളവരെല്ലാം നഷ്ടപ്പെട്ടു, നിന്റെ ആരോഗ്യം ചിലപ്പോ നഷ്ടപ്പെട്ടു, നിന്റെ മനസ്സ് മുരടിച്ചിരിക്കാം. ഹല്ലേലൂയ. നിന്റെ സാഹചര്യങ്ങൾ ആമേ നിനക്ക് അനുകൂലമല്ല. ആമേ നിന്റെ നിന്റെ ബുദ്ധിക്ക് അപ്പുറമായി, നിന്റെ ചിന്തയ്ക്ക് അപ്പുറമായി, നിന്റെ കഴിവിനപ്പുറമായി, ആമേ നിന്റെ പദ്ധതികൾക്ക് അപ്പുറമായി ആമേ നിനക്ക് വേണ്ടി ഒരുവൻ പ്രവർത്തിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുക. നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് വേണ്ടി ചില വഴികൾ ദൈവം തുറക്കാൻ പോവുക. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് മുമ്പ് ദൂതനെ അയച്ച് ദുർഘടങ്ങൾ നിരപ്പാക്കി താമരമ തകർത്ത് ഇരുമ്പോടമ്പൽ കണ്ണിക്കാൻ പോവുക. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭമായി നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുക. ആമേൻ. നീ കടന്നു പോകുമ്പോൾ നിനക്ക് മുമ്പ് ദൂതനെ അയച്ച് ഹല്ലേലൂയ നിനക്ക് വേണ്ടി വഴി തുറ
തുറക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സദൃശവാക്യം 21 പറയും, രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യില് നീർത്തോട് പോലെ ഇരിക്കും. തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ തിരിക്കാൻ പോവുക. അല്ലെ, പുതിയ ഒരു പ്രവൃത്തിക്ക് നിനക്ക് വേണ്ടി ദൈവം തുടക്കം കുറിക്കാൻ പോവുക. നിനക്ക് വേണ്ടി ദൈവം രാജാവിന്റെ ഹൃദയത്തെ നീർത്തോട് പോലെ ആക്കാൻ പോവുക. നിനക്ക് വേണ്ടി അധികാരിയുടെ ഹൃദയം ദൈവം നീർത്തോട് പോലെ തിരിക്കാൻ പോവുക. ആമേ. കഴിവുള്ളവന്റെ യോഗ്യതയില്ല, നിനക്ക് വേണ്ടി വിടുവില്ലെന്ന് പറയുന്ന വ്യക്തിയുടെ ഹൃദയത്തെ ദൈവാത്മ വാദിക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാപദ്ധതി നിനക്ക് ആമേൻ. എന്റെ കർത്താവ് കണ്ണുനീർ തൂവുമ്പോൾ മനസ്സറിയുന്നത് കണ്ണുനീരോടെ വിതയ്ക്കുന്നെങ്കിൽ നീ പുതിയ ആർപ്പോടെ കൊയ്യാൻ പോകുക. നീ കണ്ണുനീരോടെ വിതച്ചിട്ടുണ്ടെങ്കിൽ നീ ആർപ്പോട് കൊയ്യാൻ പോവുക. വിതച്ചിട്ടും എനിക്ക് കൊയ്യാൻ കഴിയുന്നില്ലല്ലോ. വിതച്ചിട്ട് എനിക്ക് കൊയ്തെടുക്കാൻ പറ്റുന്നല്ലോ. ഞാൻ കൊയ്യുന്നു, വേറെ സ്ഥലത്ത് നശിക്കുന്നു. ഞാൻ കൊയ്യുന്നു, എനിക്ക് ഫലമെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ കൊയ്തിട്ടും എനിക്ക് അനുഭവം കിട്ടുന്നില്ല, എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല. ആ കൊയ്തിട്ട് എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ആനന്ദിക്കാൻ കഴിയുന്നില്ല. ഒന്ന് പ്രത്യാശയോട് ഒന്ന് ആനന്ദിക്കാൻ കഴിയുന്നില്ല എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നെങ്കിൽ കർത്താവ് നീ കൊയ്തതിന് നിനക്ക് മറുപടി തരാൻ പോവുക. നീ കൊയ്തതിന് നീ വിതച്ചതിന് ദൈവം മറുപടി തരാൻ പോവുക. നീ വിതച്ചതിന് നീ കൊയ്യാൻ പോവുകയാണെന്ന്. നീ വിതച്ചതിന് നീ അത് ആർത്തുകൊണ്ട് വരാൻ പോവുകയാണ്. ദൈവാത്മാവ് വിതച്ച് നടന്നു, കാണുന്നില്ല. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവം നിന്നോട് കരുണ കാണിക്കാൻ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ എന്റെ ദൈവം നിന്നോട് കരുണ കാണിക്കാൻ പോവുക. ഇത് എങ്ങനെ സംഭവിച്ചു, ഇത് യഹോവയാൽ സംഭവിച്ചെന്ന് പറയത്തക്കവണ്ണം ദൈവം നിന്നെ ദേശത്ത് മാനിക്കാൻ പോവുക. ദേശത്ത് നിന്റെ നിനക്ക് വേണ്ടി ചില പ്രവൃത്തി അയക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശത്ത് ഹല്ലേലൂയ നിന്ദിക്കപ്പെട്ട വ്യക്തികളെ ദേശത്ത് നിന്നെ മാനിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്നും ഇങ്ങനെ വിതച്ചോണ്ടിരിക്കുമ്പോ നമുക്കൊരു കൊയ്യാൻ ഒരു അവസരം വേണം. കള്ളം വരുന്നത് അറപ്പാനും മുടിപ്പാനും ഞാൻ വന്ന് ജീവൻ നൽകുവാനും നീ വിതച്ചതവൻ കുടിച്ച് മോട്ടിച്ച് നശിപ്പിച്ചുകൊണ്ട് പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ കർത്താവ് നിനക്ക് സമൃദ്ധിയുടെ കാലഘട്ടം അല്ലെ. അവൻ ആർത്തിയുള്ളവൻ തൃപ്തി വരുത്തി, വിശപ്പുള്ളവൻ നന്മ കൊണ്ട് നിറയ്ക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സ്ഥിതികൾക്ക് മാറ്റം ഞാൻ വരുത്താൻ പോവുക. ഹല്ലേലൂയ. നിന്റെ ആരോഗ്യത്തിന്റെ സ്ഥിതികൾക്ക്, നിന്റെ മനസ്സിന്റെ സ്ഥിതികൾക്ക്, നിന്റെ സാമ്പത്തിക സ്ഥിതികൾക്ക്, നിന്റെ തലമുറയുടെ സ്ഥിതികൾക്ക്, നിന്റെ ശുശ്രൂഷ നടന്ന സ്ഥിതികൾക്ക്, നിന്റെ ഔദ്യോഗിക മേഖലകൾക്ക് കിട്ടേണ്ട നന്മകൾക്ക് ചില മാറ്റങ്ങൾ വരാൻ പോവുക. നീ ചിന്തിക്കാത്ത സ്ഥലങ്ങളിലേക്ക് എന്റെ ദൈവം ഒരു പദ്ധതി ഇട്ടാലേ അത് നമുക്കറിയാം. അവരെനിക്ക് ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥിച്ചെങ്കിൽ അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയുണ്ട്. മറുപടി പറയണ്ട, മറുപടി പറയേണ്ടവൻ മറുപടി പറയും, മറുപടി കൊടുക്കേണ്ട മറുപടി ചെയ്യും. നീ പാസ് ചെയ്ത കിട്ടാൻ എനിക്കല്ല, വേറെ അമ്പിളി അമ്പാച്ചൻ പോകുമ്പോ
ചില പട്ടിയിൽ ഇങ്ങനെ കുരയ്ക്കും, അതിന് വല്ല കോട്ടം വാട്ടം വല്ലോ, അതാണ് അതിന്റെ ഗ്രഹണപഥത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേ സ്തോത്രം, ഹല്ലേലൂയ. നിന്ദകളും പരിഹാസങ്ങളും കൊണ്ട് പൊറുതിമുട്ടി പലപ്പോഴും ഹല്ലേലൂയ വേദന തിന്ന് ഹല്ലേലൂയ സ്വന്തമായി സ്വന്തമായി ചവച്ച് തിന്നുന്ന പോലെ സ്വന്തമായി അത് കുടിക്കുന്ന അവസ്ഥ, നിന്ദിക്കപ്പെട്ട് പരിഹാസങ്ങൾ കൊണ്ട് അപവാദങ്ങൾ കൊണ്ട് കേൾക്കുന്നതിന് അപ്പുറമായി കേട്ട് തഴമ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ മേൽ ദൈവം നിന്നെ ഉയർത്താൻ പോകും, ഒരു സൂര്യനെ പോലെ. രക്തം ചെയ്യാം. മുഖത്തെ എത്ര വാദിക്കാൻ പറ്റുമോ, നിനക്ക് എത്ര ഇരുട്ട് വരുത്താൻ പറ്റുമോ, നിനക്ക് എത്ര അന്ധകാരം വരുത്താൻ പറ്റുമോ, നിനക്ക് എത്ര കറുപ്പ് വരുത്താൻ പറ്റുമോ, നിനക്ക് എത്ര കരിവാട് വരുത്താൻ പറ്റുമോ, എത്ര പറ്റുമോ, അപമാനിക്കപ്പെടുക പറ്റുമോ, പുച്ഛിക്കപ്പെട്ടോ, ഊതി വീർപ്പിച്ചതുപോലെ കേട്ട് മനം വെച്ച് ഹൃദയവേദന പൊളയുന്ന വ്യക്തിയെ നിങ്ങൾ സൂര്യൻ ശോഭിപ്പിക്കുന്ന പോലെ ചില മേഖല ദൈവമഹത്വത്തിനാൽ നിന്നെ കൊയ്യാൻ പോകുന്ന ഭയപ്പെടണ്ട, ഇനി ഭയപ്പെടണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്ത വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്ത വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിന്റെ കൂടെ ഭയപ്പെടണം. ആമേൻ. നിന്നെ വർണ്ണിക്കാൻ നിനക്ക് കർത്താവിന്റെ നാവും പറഞ്ഞ പോലെ ആമേ നിനക്ക് വാക്കുകളും പദങ്ങളും പോരാത്ത സാഹചര്യം നിന്റെ മുമ്പിൽ വരാം. ദൈവം ഒരുവരെ മാനിക്കാൻ തുടങ്ങിയാലേ അല്ലെ വാരിക്കോരി അതിന് ആർക്കും തടയാൻ പറ്റൂല. ചില പദ്ധതികള് നമ്മോട് ജനിക്കുന്ന സമയത്തെ ദൈവം ചില പദ്ധതി കർത്താവ് നേരായി ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ആമേ സ്വത്രം, ഏത് അഗ്നികുണ്ഡത്തിന്റെ നടുവിലും സദ്രക്കിന് അബേദ്രക്കിന് ആമേ സ്വത്രം സ്വത്രം ഇട്ടപ്പോഴും അവർ 3 പേരും ആ സ്വത്രം ഹല്ലേലൂയ ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് അവർ കേറി വന്നു. രാജ കൊണ്ടിട്ടവന്മാര് കരിഞ്ഞുപോയി. പക്ഷെ ഇടിയിപ്പിച്ച ഉത്തരവ് കൊടുത്ത രാജാവിന് ഉറക്കം വന്ന് രാജാവിനെ വിമർശിക്കുക. എന്റെ മക്കളെ ഞാൻ എന്റെ ഭക്തന്മാരെ ഞാൻ അഗ്നികുണ്ഡത്തിൽ ഇട്ടുപോയല്ലോ, സ്വസ്ഥത ദൈവം കൊടുത്തിട്ട്. ഹല്ലേലൂയ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു കൂട്ടുകെട്ടും ഫലിക്കയില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു കൂട്ടുകെട്ടും ഫലിക്കയില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവൻ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധം ഫലിക്കയില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഏത് കൂട്ടുകെട്ടുകളും ആയുധങ്ങളും ഹല്ലേലൂയ ഫലിക്കയില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ചങ്ങാതം ഫലിക്കയില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന സൂത്രപ്പടികളൊന്നും വിജയിക്കില്ല. ആമേൻ. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രു ചിതറും പോലെ ദൈവം നിനക്ക് വേണ്ടി ദൈവ സ്വർഗത്തിലുണ്ട്. അവന്റെ ശക്തിയുടെ വലുപ്പത്താ ശത്രു. എങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. അനുഭവസിക്കും തോറും പ്രശ്നങ്ങൾ, പ്രാർത്ഥന കൂടുന്തോറും പ്രശ്നങ്ങള്, ഹല്ലേലൂയ വേദപുസ്തകം വായിക്കുന്തോറും പ്രശ്നങ്ങള്, ആരാധിക്കും തോറും പ്രശ്നങ്ങള്. ഹല്ലേലൂയ ഒരു നന്മ ഒരുത്തന് ചെയ്താൽ പിന്നെ എന്റെ ഉള്ള ഉറവകള് വറ്റിപ്പോകും. അപ്പൊ സംശയം
ഇവര് കൊടുക്കണോ കൊടുക്കണ്ടേ? എന്റെ കയ്യിലെ കുഴപ്പം ഇവരുടെ കയ്യിലെ കുഴപ്പം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ചെയ്താ ഇരുന്നാ മതി. ഇപ്പൊ എന്റെ വയറ്റത്തായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഈ ഷായി നിന്നെ ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിക്കാം, ആമേൻ. ഹല്ലേലൂയ. ഏതെല്ലാം രീതി നിന്നെ കുരുക്കാം, ആമേൻ. ഏതെല്ലാം രീതി നിന്നെ ഊറ്റിയെടുക്കാം, സ്തോത്രം. ഏതെല്ലാം നീ മടിപ്പിക്കാൻ പറ്റും, ആമേൻ. ഏതെല്ലാം നീ നിന്നെ തളർത്തിക്കളയാൻ പറ്റുമോ, സ്തോത്രം. ഏതെല്ലാം നിന്നെ ഒതുക്കാൻ പറ്റുമോ, ഒന്നുമില്ലാത്തവനാക്കി തീർക്കാം. ആമേൻ. നീ എങ്ങനെ ഏതെല്ലാം നീ നേടിയോ അതിന് വിരുദ്ധമായി, നീ നേടുന്നതിന് വിരുദ്ധമായി അവിടെ അങ്ങ് അടയ്ക്കും. സ്തോത്രം. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ നീ പുറകോട്ട് നോക്കുമ്പോ ശൂന്യത പലപ്പോഴും മാറത്ത്. ആമേ സ്തോത്രം. നിലവിളിച്ച് കിടക്കുകയും നിലവിളിച്ച് യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദമായി ദൈവാത്മാവിനോട് നീ സംസാരിച്ചിട്ടുണ്ട്. അതിന് പ്രത്യുത്തരമാ പരിശുദ്ധാത്മാവ് നീ പണ്ടേ ഉള്ളെന്ന് ഓർക്കണ്ട. പലപ്പോഴും നീ ദൈവത്തോട് സംസാരിച്ച് നീ തളർന്നു വീണിട്ടുണ്ട്. നീ ദൈവത്തോട് സംസാരിച്ച് നീ കുഴഞ്ഞു വീണിട്ടുണ്ട്. നീ ദൈവത്തോട് ഭ്രാന്തന പോലായിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്ക് ഈ ഗതി വന്നോ, എന്റെ സ്ഥിതികൾക്ക് മാറ്റം വരത്തില്ല, എനിക്കൊന്ന് ജയിക്കുവാൻ കഴിയില്ലെന്ന് ചോദിച്ചവരുടെ മധ്യേ ദൈവാത്മാവ് നീയുമായി വാദപ്രതിവാദം നടത്തിയിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാം. നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ പോവുക, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ പോവുക, നിനക്ക് വേണ്ടി ഞാൻ വാദിക്കാൻ പോവുക, നിനക്ക് വേണ്ടി ഞാൻ ചില സന്ദർഭങ്ങൾ ഒരുക്കാൻ പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്കായിട്ട് ഹല്ലേലൂയ ചില അത്ഭുതം. ആ സാരാഫത്ത് എലിയാവിനെ ആരൊരുക്കി? ഒരു വിധവയെ ഒരുക്കിയത് പോലെ. ആമേൻ. ഹല്ലേലൂയ. ഒരു കാക്കയെ ഒരുക്കിയത് പോലെ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ചില വ്യക്തികൾ ദൈവം ഒരുക്കിയവരെ, എല്ലാരുമല്ല, ദർശനമുള്ളവരെ, കാഴ്ചപ്പാടുള്ളവരെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാം. ഏലിയാവ് കടന്നു പോകുമ്പോ സൂര്യക്കാലത്ത് ബന്ധുവാ ഒരു ദൈവഭക്തൻ കടന്നു പോകും. നമ്മുടെ വീട്ടിന്റെ അടുക്കൂടെ കൂടെ കടന്നു പോകുന്ന ഒരു ദൈവപുരുഷൻ. പലരും പറയാം അങ്ങനെയുള്ള വ്യക്തി, കാഴ്ചപ്പാടുള്ള വ്യക്തി നിന്നെ സ്വീകരിക്കാൻ പോകും. വെളിപ്പാടുള്ള ദൈവശബ്ദം കൊടുത്തവർ നിന്നെ സ്വീകരിക്കാൻ പോകും. എല്ലാവരും നിന്നെ സ്വീകരിക്കില്ല, എല്ലാവരും നിന്നെ ഓർക്കൂല, എല്ലാവരും നിനക്ക് മാന്യത തരൂല, എല്ലാവരും നിനക്ക് ചിന്തിക്കില്ല, എല്ലാവരും നിന്നെ ചിന്തിക്കുകയോ ഓർക്കയില്ല. കാഴ്ചപ്പാടുള്ളവർ നിന്നെ സ്വീകരിക്കും. ഇവിടെ വായിച്ച വാക്യം ഒന്ന് താഴോട്ട് മുമ്പേയുള്ള നീ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ള നീ നിരൂപിക്കപ്പെട്ട ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു. അടുത്ത വാക്യം. അതിപ്പോൾ ഉത്ഭവിക്കും. അതിപ്പോൾ സഡൻ, പെട്ടെന്ന്, നിമിഷം, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അതറിയുന്നില്ലയോ? അത് നിങ്ങൾ അറിയുന്നില്ലയോ? അതെ അതെ. ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും. ഇവിടെ ഈ മരുഭൂമിയിലെ വഴി നമുക്ക് കണ്ടുപിടിക്കാം. മരുഭൂമി കിടക്കുമല്ലേ, പക്ഷേ നിനക്ക് വേണ്ടി ആരും അറിയാതെ മരുഭൂമിൽ ഒരു വഴി തുറക്കണം. മരുഭൂമിൽ വഴി തുറക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ കിടക്കയില്ല, നമുക്ക് ഏലേ പോവാം. ഹല്ലേലൂയ. അതാണ് ഞാൻ വേർപെട്ടൊരവസ്ഥ. ദൈവം നിയോഗിച്ചൊരവസ്ഥ, ആരും അറിയാത്തൊരവസ്ഥ, ശത്രുക്കൾ കാണാത്തൊരവസ്ഥ, ദുഷ്ടന്റെ ദിട്ടി മതിയാത്തൊരവസ്ഥ, അല്ലെ കാഴ്ചപ്പാടുള്ള വ്യക്തികൾ കൂടിയുള്ളൊരവസ്ഥ, ദർശനമുള്ള ദൈവ കൃപയുള്ളവർക്ക് ഒരുക്കുന്നൊരവസ്ഥ. ഹല്ലേലൂയ. ലോകരെ ഈ വഴി അറിഞ്ഞൂടാ, കാഴ്ചപ്പാടുള്ളവർക്ക് ഈ വഴി അറിഞ്ഞൂടാ. ഹല്ലേലൂയ. എങ്ങനെ തോന്നിയ പോലെ ജീവിക്കുന്നവർക്ക് ഈ വഴി അറിഞ്ഞൂടാ. പക്ഷെ നിനക്ക് മരുഭൂമി ഞാൻ വഴി, അത് നീ ഞാനുമായിട്ടൊരു ബന്ധത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ഞാനും നീയുമായിട്ടൊരു ബന്ധത്തിന്റെ വഴിയാ. അത് ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തിന്റെ വഴിയാ. അത് ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തിന്റെ
ദൈവത്തിന്റെ വഴിയാണ് പരിശുദ്ധാത്മാവ് പറയാം. അത് നമ്മുടെ ഘടകശീലമോ അതിനാരും കടക്കാൻ പറ്റും. സ്തോത്രം സ്തോത്രം സ്തോത്രം. അവിടെ കുഴി ഒഴിക്കാൻ പറ്റും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അവിടെ കെണി ഒരുക്കാനും പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ വഴി നീ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത പറയുന്നു, വായിക്കേ. നിർജ്ജന പ്രദേശത്ത് നിങ്ങൾ അറിയുന്നില്ല, അതാ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ ശൂന്യമായി കിടന്ന നിർജ്ജന പ്രദേശത്ത് നിനക്ക് വേണ്ടി ഞാൻ ഒരു നദി ഉണ്ടാകും. സ്തോത്രം സ്തോത്രം പപ്പാ. ഹല്ലേലൂയ. നദി രക്തം ചെയ്യാം രക്തം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് വേണ്ടി സ്തോത്രം. ഒരു ഉറവ പോലെ. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യാൻ പോണത് പക്ഷെ ദൈവം ചെയ്യുന്നതാണ്. ആമേൻ. അത് വേണ്ട വേണ്ടെന്ന് വെക്കണം. സ്തോത്രം. ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ആമേൻ. ദൈവം ചില വഴികൾ ഹല്ലേലൂയ. അത് മാനുഷ്യമായ അത് മനുഷ്യ ദൈവം സ്തോത്രം സ്തോത്രം. ചില മറുപടി കൊടുക്കാൻ വേണ്ടി ദൈവം ഒരുക്കുക, ആമേൻ. ചിലതിന് ഉത്തരം കൊടുക്കാൻ വേണ്ടി ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. തന്റെ ഭക്തൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി. ഹല്ലേലൂയ. അതിനു വേണ്ടി ഒരുക്കുന്ന വഴിയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അതിന് വേണ്ടെന്ന് പറയരുത്, ദൈവം ഒരുക്കാൻ പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ മഹത്വത്തിന് വേണ്ടി ഏൽപ്പിച്ചോട് അല്പം നേരം സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ഒരുക്കുന്ന വഴിയാ. ദൈവം പുതിയതാവുന്ന ചെയ്യാൻ പോവുക. ആമേൻ. തടസ്സങ്ങളെ മാറ്റി ദൈവമാണ് അത് പ്രവർത്തിക്കുന്നത്. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവം തെരഞ്ഞെടുത്ത ജനത്തിന് വേണ്ടി. ഹല്ലേലൂയ. ഞാൻ തെരഞ്ഞെടുക്കും ഭാഷയ്ക്കും വേണ്ടിയാണ്. ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ദൈവം മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപക്ഷികളും എന്നെ ബഹുമാനിക്കും. ഞാൻ നിനക്ക് വേണ്ടി ഇതൊക്കെ വായിക്കാം. ഇന്ന മൃഗങ്ങൾ പക്ഷിജാതികൾ പോലും നമ്മളെ ബഹുമാനിക്കാം. ഇതൊക്കെ പറഞ്ഞ വല്ലവർക്കും മനസ്സിലാവും. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്നവർക്ക് അതിനെ പറഞ്ഞാമല്ലോ മതി. ആരാ നമ്മളെ മാറിക്കും? ഞാൻ മൃഗങ്ങളെ പക്ഷികളെ കൊണ്ട് നമുക്ക് ബഹുമാനം തരാൻ പോവുക. മനുഷ്യർക്കുപരി, ദൈവമക്കൾ ഉപരി, ലോകർക്കുപരി കാട്ടിക്കിടക്കുന്ന ജീവജാലങ്ങൾ കൊണ്ട് നമ്മൾ ബഹുമാനിക്കാൻ പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേ. സ്തോത്രം. ഇവിടെ പറയുന്നു ആമേ നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപക്ഷി എവിടെയാ ഉള്ളത്? മരുഭൂമിയിൽ. മരുഭൂമിയിൽ വഴിയൊരുക്കുന്നല്ലേ അവിടെ ഉള്ള നിനക്ക് മരുഭൂമിയിൽ വഴി ഒരുക്കും. മരുഭൂമിയിൽ മാറിക്കുമ്പോ അവിടെ ഉള്ള ജീവികളാ. ഹല്ലേലൂയ. അത് നമ്മളെ മാനിക്കുന്ന ഒരു അവസ്ഥ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഒട്ടകപക്ഷികളും എന്നെ ബഹുമാനിക്കും. അടുത്ത ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും. ഹല്ലേലൂയ. ഞാൻ എനിക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന എന്റെ ജനം എന്റെ സ്തുതിയെ വിവരിക്കും. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സ്തോത്രം മാനിച്ച പിന്നെ പറഞ്ഞിട്ട് കാര്യം. ഹല്ലേലൂയ. സ്തോത്രം.
ഇനി ദൈവം പറയാ ചില ക്രമീകരണം വരുത്താൻ പോയ ചില മേഖല, സ്തോത്രം. ചില നിയന്ത്രണങ്ങൾ വരുത്താൻ പോയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇടിവിൽ ദേശത്തിന് വേണ്ടി മതിൽ കെട്ടി സൂക്ഷിച്ചു. സ്തോത്രം. സൂക്ഷിച്ചിട്ട് ഫൗണ്ടേഷൻ ഇട്ട അത് കെട്ടിപ്പൊക്കട്ടെ, സ്തോത്രം. അത് പൂർത്തീകരിക്കണ്ടേ, ആമേൻ. അതിന്റെ കുറവ് തീർക്കണ്ടേ, ആമേൻ. അതിന് വെള്ളവും വെളിച്ചം വേണ്ടേ, സ്തോത്രം. സ്തോത്രം. അതില് പാചകം ഉണ്ടാകണ്ടേ, അതിൽ താമസിക്കാൻ ആള് വേണ്ടേ, ആമേൻ. അവിടെ വരെയും പോവാൻ ആള് വേണ്ടേ, സ്തോത്രം. അതിനൊരു ഉടമസ്ഥൻ വേണ്ടേ, ആമേൻ. അതിനു വേണ്ടി ചില കാര്യങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. രക്തം ഹല്ലേലൂയ. 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 അതിനൊരു ഉടമസ്ഥൻ, ഒരു നായകൻ വേണം, അതിന് ഗ്രഹവിചാരകൻ വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനു വേണ്ടി ഞാൻ ചില ക്രമീകരണം ഒരുക്കാൻ പോവുക. അതുകൊണ്ട് ആ സമയത്ത് വേണ്ട 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 വേണ്ട, എന്റെ ജോലിയല്ല, എന്റെ ജോലിയല്ല, അത് എനിക്കുള്ളതല്ല എന്ന് പറയണ്ട. ദൈവത്തിന്റെ പദ്ധതിയാണെന്ന്. ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. എപ്പോഴും പറയാം, എനിക്ക് വീട്ടുകാരും വേണം, സാധുക്കളെയും ചേർത്തണയ്ക്കണം. വീട്ടുകാരും വേണം, എൻ്റെ മക്കളും വേണം, സാധുജനത്തെ എനിക്ക് ചേർത്തണയ്ക്കണം. ഈ വചനം പറയുമ്പോൾ എനിക്ക് ആ ചിന്തകൾ കയറി വരും. ഹല്ലേലൂയ. പറയാറുണ്ട്, ഞാൻ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുള്ളെന്ന് പറയാറുണ്ട്. ഹല്ലേലൂയ. അതിന് മുമ്പ് ചില ക്രമീകരണമൊക്കെ ദൈവത്തിന് വേണം. ആമേൻ. ഹല്ലേലൂയ. 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 ഞാൻ ഈ 5 വയസ്സിലുള്ള ആളാണ് ഇപ്പോഴും ഞാൻ ഇരിക്കുന്നത്. കാലങ്ങളും വർഷങ്ങളും കഴിയും തോറും ദൈവത്തിന്റെ പ്ലാൻ അത് പൂർത്തീകരിച്ചിട്ട് നമുക്ക് പോകാം, തികയ്ക്കാതെ പോകും. ഹല്ലേലൂയ. അത് തികയ്ക്കാൻ നമ്മൾ എഴുന്നേൽപ്പിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് തയ്ക്കാൻ വേണ്ടി നമ്മൾ എഴുന്നേൽക്കാൻ പോയാ, അത് തയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കാൻ പോയാ, അത് തയ്ക്കാൻ വേണ്ടി ഞങ്ങളെ മാനിക്കാൻ പോയാ, ആമെന്നിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലെ കണ്ണുനീരോട് വിതച്ച് കൊയ്യാൻ പോയാ, ആർപ്പോടെ കൊയ്യാം. വെറുതെ കൊയ്യല്ല, നീ കണ്ണുനീരോട് വിതച്ചെങ്കിൽ വെറുതെ കൊയ്യല്ല, ആർപ്പോടെ കൊയ്യാം. കർത്താവിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെട്ട് വന്നാലേ നമുക്ക് പിന്നെ പിടിച്ചിരിക്കാൻ പറ്റും. ദൈവം അങ്ങോട്ട് നമ്മൾ ഉപയോഗിക്കുമെന്ന്. അപ്പൊ നമ്മൾ പറയും, എനിക്ക് ഇവിടെ പോണം, ഇവിടെ പോണം, അവിടെയും പോവാൻ സമ്മതിക്കില്ല. എങ്ങും ഇങ്ങനെ എടുത്തുപയോഗിച്ചോണ്ടിരിക്കും. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസിന്റെ അടുത്ത് പറഞ്ഞു, നീ ആദ്യ സമയത്ത് നിന്റെ യൗവനകാലം നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി, പിന്നെ നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നീ പോവേണ്ടി വരും. അത് ദൈവം കൊണ്ടുപോണതാണ്, അത് ദൈവം കൊണ്ടുപോകാനാണ്. ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി നിനക്ക് ഇഷ്ടമില്ലാത്തടുത്ത്, നിനക്ക് വയ്യെന്നോ ഇഷ്ടമില്ലാത്തടുത്ത് നീ പോകണ്ട, നിന്നെ ദൈവം കൊണ്ടുപോകുകയാണ്. എന്തിനാ? ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ ദൂത് നിറവേറുവാൻ, ദൈവത്തിന്റെ പ്രവചനം നിറവേറുവാൻ, ദൈവത്തിന്റെ വാക്കത്വം നിറവേറുവാൻ, ദൈവത്തിന്റെ പദ്ധതി നിറവേറുവാൻ, എന്റെ മകനെ ദേശത്ത് മാനിക്കുവാൻ, എന്റെ മകനെ കുഞ്ഞുങ്ങളുടെ മാനിക്കാൻ വേണ്ടി, എന്റെ മകനെ സാധുക്കളുടെ മാനിക്കാൻ വേണ്ടി, എന്റെ മകനെ ജാതികളുടെ മാനിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അൽപ്പോൾ കൈപ്പൊള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ സ്വപൂരം നീയണയും വരെയും. കൈപ്പൊള്ള വെള്ളം കുടിച്ചരോ ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ലോകത്താങ്ങുകളിൽ. ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ലോകത്താങ്ങുകളിൽ. അനുഭവമാണ്. അവിടെയൊന്നും
പക്ഷത്തിൽ പിടിച്ചില്ല, നീതിക്ക് വേണ്ടി നിന്ന നിന്റെ മകനെ ഞാൻ മാനിക്കാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിച്ചിരിക്കും. പരിശുദ്ധ ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് സ്വർഗീയ ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയാണ്. മാനുഷ്യ പദ്ധതിയല്ല, ആമേ വ്യക്തിയുടെ പദ്ധതിയല്ല, സ്വർഗത്ത് ദൈവത്തിന്റെ പദ്ധതി. രക്തം ജയ, രക്തം ജയ, രക്തം ജയ. ഹല്ലേലൂയ. ഒരു ജഡ്ജിക്കോ ഇവിടത്തെ നീതിപീഠത്തിന് കഴിയില്ല, അത് അവിടെ നിന്ന് പുറപ്പെടുവിക്കും. ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കാൻ തന്നെ ചെയ്യും. ആമേ. സ്വന്തം വാക്യോടെ വായിച്ചിട്ട് ഞാൻ സമയം കൈമാറാൻ ആഗ്രഹിക്കുന്നു. ജോയൽ പുസ്തകം, ആമേ, യോവേലിന്റെ പുസ്തകം 2:21 വാക്യം. പെട്ടെന്നൊന്ന് വായിക്കും. പയ്യെ നിർത്തിയെന്ന് പറയും. 2:20. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കാം, യഹോവ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയാം, ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ച് ഉല്ലസിച്ച് സന്തോഷിക്കാം. ആമേ. അങ്ങനെ ഒരു രക്തം ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ച് ഉല്ലസിച്ച് സന്തോഷിക്കുക, യഹോവ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അടുത്ത വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ച വയ്ക്കുന്നു, വൃക്ഷഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവ പുഷ്ടി നൽകുന്നു. സിയോൻ മക്കളെ, ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെ സന്തോഷിപ്പിൻ. ഇവിടെ ഒരു ആനന്ദവും ആമേ, ഒരു നല്ല റിസൾട്ട്, നല്ലൊരു വിളവെടുപ്പ്, നല്ലൊരു കൊയ്ത്തിന്റെ, ഉല്ലാസത്തിന്റെ, സന്തോഷത്തിന്റെ അനുഭവം ദേശത്ത് ദൈവം മാറ്റം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശത്ത് മാറ്റം വരുത്താം. അതല്ലേ 2 ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 14:7 വാക്യം. തന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി. ഒന്ന് വായിക്കേ, ഒന്ന് വായിക്കേ. 2 ദിനവൃത്താന്ത പുസ്തകം 14:7 വാക്യം ഒന്ന് വായിക്കേ. ആ 2 ദിനവൃത്താന്ത 7:14. എന്റെ നാമം വിളിക്കപ്പെട്ട് എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ മാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം ദേശത്തിനാണ് സൗഖ്യം. ദേശത്തെ ആനന്ദിക്കണമെങ്കിൽ, ദേശത്ത് സൗഖ്യമാണെങ്കിൽ അത് തങ്ങളുടെ ജനം. ഇപ്പൊ അവർക്ക് പറ്റൂല, പക്ഷെ എന്റെ മക്കൾ കൂടി ആ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ് എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. അടുത്ത പറയുന്നു, ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കും, എന്റെ കണ്ണ് തുറക്കും. ഹല്ലേലൂയ. സ്തോത്രം പപ്പാ. പണ്ട് നേരത്തെ പറഞ്ഞ ദൂത് നിറവേറും. ആമേൻ. ഹല്ലേലൂയ. പണ്ടുള്ള ജീവിക്കാൻ ഞാൻ നിനക്ക് ഞാൻ പുതിയതായി ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥന എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എന്റെ നാമം ഈ ആലയത്തിൽ ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. എന്റെ ദൃഷ്ടിയും എന്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ അല്ലേ
ദൈവം പറഞ്ഞ സ്തോത്രം പപ്പാ, സ്തോത്രം പപ്പാ, സ്തോത്രം പപ്പാ, സ്തോത്രം പപ്പാ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. 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 സ്നേഹാനൂസിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മതതീവ്രവാദികളും പരുഷന്മാരും ന്യായശാസ്ത്രിമാരും റോമ പൗരാണികളെല്ലാം സ്തേഫാനോസിന്റെ സുവിശേഷത്തിനെതിരായി ദേശത്ത് ഇളക്കി, അവനെ കല്ലെറിഞ്ഞു. സ്തോത്രം. അവൻ പറഞ്ഞ വിശുദ്ധനായ സ്തേഫാനോസ് പറഞ്ഞ സത്യം വചനത്തിന് അവർ പ്രത്യുത്തരം പറയാൻ അവർ കഴിഞ്ഞില്ല. ആമേൻ. ആ സ്തോത്രം. അവരെ തുറിച്ചു നോക്കി. അവര് തുറിച്ചു നോക്കിയപ്പോ സ്നേഹവാദിന്റെ മുഖം എങ്ങനെയായിരുന്നു? ദൈവത്തിന്റെ ദൂതന്റെ മുഖം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ ദൂതന്റെ മുഖം. പ്രശ്നങ്ങൾ വന്നപ്പോഴും ദേശമളയപ്പോഴും അവിടെ ദൂതന്റെ മുഖം പോലെ അവന്റെ ആ ദേവാലയത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവാത്മാവ് മുഖത്ത് കണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദൈവാത്മാവ് ഉള്ളിക്കിടന്ന ദൈവാത്മാവിന്റെ തേജസ് ജാതികൾക്ക് ആ മുഖത്തിൽ കൂടി കാണാൻ കഴിഞ്ഞെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ ഭക്തന ദേശത്ത് ഉദയസൂര്യനെ പോലെ ദൂതന്റെ തേജസ് പോലെ ദൈവദൂതനെ പോലെ ദേശത്ത് ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. 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 ആമേൻ. നമുക്ക് ആ ദൈവദൂതന്റെ അടുത്ത്, ആ ദേവദാസന്റെ അടുത്ത്, സ്തോത്രം. ആ പ്രവാചകന്റെ അടുത്ത് ആമേൻ. നമുക്ക് ആലോചന. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശൗല് പറഞ്ഞത് പോവാൻ ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ സ്തോത്രം. നമുക്കൊരു ആമേ സ്തോത്രം. ആമേ ദാവീദ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേ സ്തോത്രം പറഞ്ഞതുപോലെ നമുക്കൊരു ദൈവപുരുഷൻ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു പ്രവാചകൻ അവിടെ ഉണ്ട്. ആമേൻ. അവിടെ ചെന്നാൽ നമുക്ക് വഴികാട്ടി സ്തോത്രം. നമുക്ക് ആലോചന പറഞ്ഞു തരും. ആമേൻ. രക്തം ചെയ്യ, രക്തം ചെയ്യ, രക്തം ചെയ്യ. ഹല്ലേലൂയ. 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 ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിൽ മതിയാവുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിൽ മതിയാവുന്ന ദൈവം എന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. രക്തം ചെയ്യ, രക്തം ചെയ്യ, രക്തം ചെയ്യ, രക്തം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെ പേടിക്കണം? ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ യോവേൽ പുസ്തകത്തിൽ തന്നെ ഇങ്ങോട്ട് വരാം. ആ സ്തോത്രം അതിന്റെ 23 വാക്യം പറഞ്ഞ് സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുൻപേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്ച്ചു തരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളുടെ അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അവിടെ പറയുന്നു നിങ്ങൾ വേണ്ടവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം. അത്ഭുതങ്ങളുടെ ദൈവം, അത്ഭുതം, വീരനാം ദൈവം, പിതാവ്, സമാധാനപ്രഭു. ആ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം. ഇവിടെ നിങ്ങൾക്ക് വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളുടെ നിങ്ങൾ
വേണ്ടവോളം നാം തിന്ന് തത്ര നിങ്ങളോട് അത്ഭുതകരമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, ഒരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. നിങ്ങളുടെ നടുവിൽ, ഞാൻ നിങ്ങളുടെ നടുവിൽ, ഈ സഭയുടെ നടുവിലുണ്ട്, ഈ ആരാധന മധ്യമുണ്ട്, ഈ ഉപവാസ പ്രാർത്ഥനയിലുണ്ട്. ഇവിടെ ആയിരിക്കും ദൈവമക്കളുടെ കൂടെയുണ്ട്, എന്റെ ഭക്തന്റെ കൂടെയുണ്ട്, നമ്മെ ദൈവസ്വത്ത് ദൈവമുണ്ട്. ദൈവം അങ്ങ് എടുത്ത് ഉപയോഗിച്ചാൽ നമ്മൾക്ക് ആയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ നമ്മളെ ഒന്ന് ഏൽപ്പിക്കാമോ? ദൈവം നമുക്ക് വേണ്ടി ചില പദ്ധതികൾ ഒരുക്കിയിരിക്കുകയാണ്. കേൾക്കാൻ വേഗതയും പറയാൻ താമസമായിരിക്കാൻ വേണ്ടി ദൈവം പറയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വായുപ്പിന രുചി വരുത്തുന്ന കൃപയോടുകൂടി ഇരിക്കാൻ വേണ്ടി പറയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തക്ക സമയത്ത് പറയുന്ന അമേ സ്വാമി വാക്ക് വെള്ളിത്താഴ്ന്ന പൊന്നാരങ്ങ പോലെ നിന്നെ എടുത്ത് ഉപയോഗിക്കാൻ പോവിയ. ഹല്ലേലൂയ. നിന്റെ നാവിനെ ചില അധികാരത്തിന്റെ ശക്തി വീണ്ടും പകരുക. പറഞ്ഞതുപോലെ സൂര്യ നീക്കുമ്പോഴും ചന്ദ്ര ന്യായവും താഴെ നിൽക്കാന്ന് പറഞ്ഞതുപോലെ ഏലിയാ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ല ഈ ആണ്ടുകൾ മഞ്ഞും മഴ പെയ്യരുതെന്ന് പറഞ്ഞതുപോലെ പ്രകൃതിയെ മഴ നിർത്തിയതുപോലെ നിന്റെ നാവിന് ചില ശക്തി അധികാരം പകരുക. പ്രകൃതിയോട് കൽപ്പിക്കുവാനുള്ള അധികാരം, നിന്റെ വാക്കിന് ചില ശക്തി അധികാരം പരിശുദ്ധാത്മാവ് വരിക. ശിഷ്യന്മാർക്ക് കൊടുത്ത അധികാരം നിന്റെ പാമ്പുകളെ വേളുകളെ ശത്രുക്കളെ സർവ്വബന്ധ ചവിട്ടുക. ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുക. അധികാരത്തിന്റെ ശക്തി നിന്റെ നാവിന്റെ പരിശുദ്ധാത്മാവ് പകരുക. ഹല്ലേലൂയ. സിംഹത്തിന്റെ അണിനിമേൽ ബാലസിംഹത്തെ പെരുമാവിനെ ചവിട്ടിയെടുപ്പ നിന്റെ നാവിന് ചില അധികാരം തരിക. സ്വന്തം സമാധാനം ദൈവ സാധാരണ കാൽക്കീഴിലേക്ക് ചവിട്ടി വലിപ്പ ചില അധികാരത്തിന്റെ മേൽ തരിക. അതിന്റെ സകലത്തിന്റെ മേലായ നാമം എടുത്ത് ഉപയോഗിക്കുക. ചില അധികാരത്തിന്റെ നാവിന് തരിക. നിന്റെ നാവിന് ചില അധികാരത്തിന്റെ ശക്തി വരിക. മടങ്ങി വന്നാൽ ഹല്ലേലൂയ നിന്റെ നാവിനെ ശക്തിയോട് അധികാരത്തോടെ ഉപയോഗിക്കാൻ പോകുക. ഞാൻ എന്റെ കൺകൾ തുണയാരുളും വൻകീഴിൽ ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ തുണയാരുളും വൻകീഴിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. പാലകനായില്ലേനിക്ക്